ഇത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഈ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സഭയിലെ ഓരോ അംഗങ്ങളുടെയും സഹകരണവും പ്രാർത്ഥനയും എന്നും എന്നോടും എൻ്റെ കൗൺസിലിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലാസററ്റ് സന്യാസ സമൂഹം രൂപം കൊണ്ടത് ഫ്രാൻസിലെ ലാസററ്റ് മുകളിലാണ്. 1846 സെപ്റ്റംബർ 19 പരിശുദ്ധ കന്യകാമറിയം മാക്സ്മിൻ മെലനി എന്ന് പറയുന്ന 2 ഇടയ പൈതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ സന്ദേശം നൽകി. ഈ സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ ആ കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ഈ ദൗത്യമാണ് സഭ ഏറ്റെടുത്തിരിക്കുന്നത്. ലാസററ്റ് സന്യാസ സമൂഹം ഇന്ന് ലോകമെങ്ങും പരിശുദ്ധ അമ്മയുടെ ഈ അനുരഞ്ജന സന്ദേശം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതിന് ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ലാസററ്റ് സഭാംഗങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ലാസററ്റ് ഇന്ത്യൻ മാതാ പ്രൊവിൻസ്. എന്തെന്നാൽ 178 വർഷം പഴക്കമുള്ള ലാസററ്റ് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഒരു സുപ്പീരിയർ ജനറൽ പദവിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള വലിയ ബഹുമാനപ്പെട്ട ജോൺ ചെട്ടിയാങ്കുന്നേലച്ചൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് സഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ നാഴികക്കല്ലാണെന്ന് തന്നെ പറയാതെ വയ്യ. അച്ഛൻ തലശ്ശേരി അതിരൂപതയിലെ വിമലശ്ശേരി ഇടവകാംഗമാണ്. ചെട്ടിയാകുന്നേൽ മാത്യു അന്നമ്മ ദമ്പതികളുടെ 13 മക്കളിൽ 10ാമനാണ്. അച്ഛൻ്റെ 3 സഹോദരിമാർ തിരുഹൃദയ സന്യാസിനി സഭയിലെ സഹോദരിമാരാണ്. അപ്പം ഈ ചാപ്റ്ററിൽ കേരളത്തിൽ നിന്ന് ഞാൻ പ്രൊവിൻഷ്യലായി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സജീവ് മാളിയേക്കൽ എന്ന് പറയുന്ന അച്ഛനും അതുപോലെ തന്നെ ജോജോ കാച്ചപ്പള്ളി എന്ന് പറയുന്ന ഡെലിഗേറ്റ് അച്ഛനും പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് 39 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സന്തോഷത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും പങ്കുചേരുന്നതിന് പ്രത്യേക നന്ദിയുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മഡഗാസ്കറിലെ അൻസിറാബയിൽ നിന്നാണ്. മഡഗാസ്കറിൽ ലാസററ്റ് സഭാംഗങ്ങൾ ഒത്തിരിയേറെ പേരുള്ളൊരു സ്ഥലമാണ്. ഈ മഡഗാസ്കറിലെ ഈ അൻസിറാബ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലാസററ്റ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള പ്രതിഷ്ഠാലയത്തിൽ വെച്ചാണ് ഇത്തവണത്തെ 33ാമത്തെ ജനറൽ ചാപ്റ്റർ നടന്നത്. അപ്പം അതിനകത്താണ് ജോജോ അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്ക് ഈ സന്തോഷത്തിൽ പങ്കുകാരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ആഹ്വാനം ചെയ്തതുപോലെ അച്ഛൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ 6 വർഷക്കാലത്തോളം അച്ഛനും അച്ഛൻ്റെ കൗൺസിലേഴ്സിനും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പരിശുദ്ധ ലാസററ്റ് അമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം തേടി പ്രാർത്ഥിക്കാം.